അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അയല വറുത്താലോ. അപ്പോൾ ഇതാ ഞാൻ അയലേനെയൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടോ. എനിക്ക് വലുതായിട്ട് അങ്ങ് കട്ട് ചെയ്ത് ഫ്രൈ ആക്കണമെന്ന് അത്ര ഇഷ്ടമല്ല, അതിൽ മസാലയൊന്നും പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത ചെറിയ പീസസിനെ നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരഞ്ഞൊക്കെ കൊടുത്ത് അതിൽ മസാലയൊക്കെ നന്നായി പിടിക്കുന്നൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മസാലയ്ക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായി അങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയുള്ളി, പിന്നെ കുറച്ച് സവാളയൊക്കെ ചേർത്തിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, അതുപോലെ കുരുമുളക് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ മീൻ വറുക്കുമ്പോൾ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ മസാല ചേർത്തിട്ട് നമ്മൾ വറുക്കുമ്പോൾ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഞാനിങ്ങനെ മസാല എല്ലാം തിരുമ്മി വെക്കുന്നത്. അതിനുശേഷം നല്ലൊരു ഫ്രൈ പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അയവേനെ നന്നായി അങ്ങ് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെ ആ പൊടികളും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അയല ഫ്രൈ റെഡിയായി. മീൻ പൊടി